ഇവിടെ കൂട്ടക്കൊല ചെയ്തവരാണ്. ഗോവയിൽ ഇന്നും പല അമ്പലങ്ങളും ഇവർ തകർത്ത അമ്പലങ്ങളുണ്ട്. താഴെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, സ്ക്രോൾ ചെയ്ത് മേളിൽ കാണാം. ഇവിടെ ബഹുസ്വരത പറഞ്ഞു. പെന്തക്കോസുകാര് ബഹുസ്വര സമൂഹം തകർക്കാൻ നടക്കുന്നവരെന്ന് പറഞ്ഞ കത്തോലിക്കര് ഹിന്ദു വംശഹത്യ നടത്തിയ ഏക ക്രിസ്തീയ വിഭാഗമാണ്. വഴിയിൽ കാണുന്ന നൈറ്റുകളെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഇതൊരു ആഹ്വാനമായി കണ്ടാലും എനിക്കൊരു പുല്ലുമില്ല, കാരണം ഇവരിത് ആഹ്വാനം ചെയ്തതാ. തെളിവോടുകൂടി ഹിന്ദു വെബ്സൈറ്റുകൾ ഞാൻ താഴെ ഇടും. അവിടെ ഗോവയിൽ കൂട്ടക്കൊല നടത്തി. ഇവര് ഗോവയിൽ മാത്രമല്ല, ബൈബിൾ എടുത്ത പ്രൊട്ടസ്റ്റന്റുകാരെയും കൂട്ടക്കൊല നടത്തിയവരാണ്. എന്നിട്ട് പറയാം ഞങ്ങൾ മാപ്പ് പറഞ്ഞല്ലോ. ഗോവയിൽ കോപ്പ് പറഞ്ഞു. നിങ്ങള് ഗോവയിൽ കോപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് വെട്ട് കിട്ടുമെന്നറിയാം. ഇനി വാ പൊളിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. സ്പാനിഷ്, റോമൻ, ഇനി പല പല എന്താ പറയാ മാസക്കേഴ്സ്, പ്രൊട്ടസ്റ്റന്റ്സ് വിഭാഗങ്ങൾ ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന, ബൈബിൾ എടുത്തതിന്, അവരുടേതല്ലാത്ത വിശ്വാസം കൈക്കൊണ്ടതിന്. എന്നിട്ടാണ് ഇപ്പൊ സമത്വം പറയുന്നത്. എന്നെ പിന്നെ എന്തിനാടാ LGBT സമ്മതിക്കാതെ അമേരിക്കയിൽ നീയൊക്കെ പോയി ഇരുന്ന് അവിടുത്തെ വലിയ DC വലിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, 5 നില പള്ളി. നാണമില്ലാത്തവനൊക്കെ. എവിടെ പോയാലും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് രാജ്യത്തും ചെന്നിട്ട് അവിടെ റോമിലിരിക്കുന്ന വേട്ടാവളിയൻ മാർപ്പാപ്പയുടെ ഓണർഷിപ്പാണ് ഈ ഇന്ത്യയിലുള്ള ഈ സ്ഥാവരജംഗമ വസ്തുക്കൾ. നിങ്ങൾ ഈ സ്കൂള് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആദായം അങ്ങോട്ടാ പോകുന്നത്, റോമിലേക്ക്. നിങ്ങൾ സമ്മതിക്കോ? മുസ്ലിങ്ങളാണ് സമ്മതിക്കുവോ? ഇന്ത്യ എന്നുള്ള അറ്റാദായം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സമ്മതിക്കുവോ? ഇതൊരു മതരാഷ്ട്രവാദമാണ്. ഇന്ത്യയുടെ ബോൺ മാരോയിൽ സക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യക്കെതിരെയായിട്ടുള്ള നീങ്ങാണ്. ഇവർ വന്നത് തന്നെ കൂട്ടക്കൊലയോടുകൂടി തന്നെയാണ്. എഡ്യൂക്കേഷന്റെ കാര്യം എന്ന് പറയണ്ടേ. ഇവിടെ ഇന്ന് ബിസിനസ്സാണ് ചെയ്തത്. ഈ പ്രൊട്ടസ്റ്റന്റുകാർ സമൂഹത്തെ നവീകരിക്കാനാണ് ചെയ്തത്. ഇത് സമൂഹത്തിന്റെ പോക്കറ്റ് കീറി പറിച്ചെടുക്കാനാണ് ഇവർ ചെയ്യുന്നത്. അത് മാർപ്പാപ്പയ്ക്ക് അയച്ചു കൊടുക്കാൻ. വേറൊരു മതരാഷ്ട്രത്തോടാണ് ഇവർക്ക് അലീജിയൻസ്. ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമ പാപ്പയാണ്. നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി പോലീസ് അല്ലെങ്കിൽ